മോചനത്തിനായുള്ള ശ്രമം ഊർജിതമാക്കുന്നതിനിടെ മറ്റൊരു ബന്ദിയുടെ വീഡിയോ കൂടി പുറത്തുവിട്ട് ഹമാസ്. മേറ്റൻ സെഗോക്കർ എന്ന ബന്ദിയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സെഗോക്കറുടെ ബന്ധുക്കൾ മോചനം ഉടൻ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ബന്ദികളുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ വീണ്ടും ശക്തമാക്കിയതായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി ഔദ്യോഗികമായി അറിയിച്ചു. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ ശ്രമം നടത്തുന്നതിനിടെ ബന്ദികളിൽ ഒരാളുടെ വീഡിയോ കൂടി പുറത്തുവിട്ടു. മേറ്റൻ സെഗോക്കർ എന്ന ചെറുപ്പക്കാരന്റെ വീഡിയോ ആണ് ഹമാസ് പുറത്തുവിട്ടത്. ואני נמצא בשבי החמאס יותר מ-420 יום. מראש הממשלה, שמעתי על התוכנית החדשה שלך להחזיר אותנו חזרה לבית. שמעתי שהבטחת לכל אחד שמסגיר אחד מאיתנו $5 מיליון ויציאה בשלום מהרצועה. אני מאוכזב מאוד. עכשיו אני בטוח שאתה לא מכיר את האויבים שלך ואתה לא יודע את כוונתם. זה הכישלון שלך ושל הממשלה שלך מ-7 לאוקטובר. വീഡിയോ പുറത്തു വന്നതോടെ ബന്ധുക്കൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മോചന ശ്രമങ്ങൾ ആരംഭിച്ചതായി ഔദ്യോഗികമായി ഖത്തർ പ്രഖ്യാപിച്ചത്. ഹമാസ് നേതാക്കളെ ദോഹയിലേക്ക് വിളിച്ചു വരുത്തിയതായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 100 ബന്ദികളാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ കഴിയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബന്ദി കൊല്ലപ്പെട്ടിരുന്നു. ജനുവരി 20 മുൻപ് മോചനം സാധ്യമാക്കണമെന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈജിപ്തും ഖത്തറുമാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.